അടുത്തതായിട്ട് പേജ് നമ്പർ 65 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 19 ആണ്. സോ ഇപ്പൊ ഒരുപാട് കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ചില കുട്ടികൾക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിക്ക ആൾക്കാരും നമ്മൾ കായല് അല്ലെങ്കിൽ ചെറിയ റിവറുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പൊ അവിടെയൊക്കെ ഒഴുക്കുണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക ഈ ഒരു കേസ്. അപ്പൊ രണ്ട് കേസ് ഞാൻ എടുക്കുവാണ്, കേസ് 1ഉം കേസ് 2 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ട്രാവൽ ചെയ്യുന്ന ഒരു റിവർ ആണെന്ന് കരുതുക. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വെച്ചോ, ഫ്ലോ, അതായത് റിവർ ഫ്ലോ ഇങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, റിവറിന്റെ ഫ്ലോ ഇങ്ങോട്ടാണ്. ഓക്കെ, സോ അപ്പൊ നമ്മളൊരു ബോട്ട് എടുക്കുവാണ്. അപ്പൊ ആ ബോട്ടിന്റെ സ്പീഡ് ഇപ്പൊ ഒരു 25 km/h ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബോട്ട് എത്രയാണ്, ബോട്ടിന്റെ സ്പീഡ് എത്രയാണ്, 25 km/h. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ബോട്ടിന്റെ സ്പീഡ് പറയുന്നത് ശരിക്കും സ്റ്റിൽ വാട്ടറിലാണ്, അതായത് ഫ്ലോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന കേസിലുള്ള ബോട്ടിന്റെ സ്പീഡാണ് എത്ര, 25 km/h. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, ഇപ്പം ഒരു നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു തടാകത്തിലുള്ള ബോട്ടിന്റെ സ്പീഡാണ് 25 km/h എന്നുള്ള. ഇനി അടുത്തായിട്ട് ഒഴുക്കിനൊരു സ്പീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയാം നമുക്ക്. സ്പീഡ് ഓഫ് സ്ട്രീം മീൻസ് ഒഴുക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒഴുക്കിന്റെ സ്പീഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5 km/h ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ബോട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു തടാകത്തിലൂടെ പോവുകയാണെങ്കിൽ ആ ബോട്ടിന്റെ സ്പീഡ് എന്തായിരിക്കും, 25 km/h ആയിരിക്കും. പക്ഷെ ഈ കേസ് അങ്ങനല്ല. ഫസ്റ്റ് കേസിൽ ഒഴുക്കുണ്ട്, ഒഴുക്കിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ബോട്ടും പോവാ. സോ അപ്പൊ ഈ സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ എന്തും പോകുന്നുണ്ട്, ബോട്ടും പോകുന്നുണ്ട് സെയിം ഡയറക്ഷനിൽ. ഓക്കെ, സോ അപ്പൊ ഈ കേസിൽ ബോട്ടിന് 25 km/h അല്ല സ്പീഡ്. സോ അപ്പം ഇങ്ങനെ പോകുന്നതിന്, അതായത് ഒഴുക്കിന്റെ അതേ ദിശയിൽ തന്നെ പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്, മിക്ക ആൾക്കാർക്കും അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എന്തോ തിരിഞ്ഞു പോകും. അപ്പൊ ഇതിന്റെ പേരാണ് ഡൗൺ സ്ട്രീം, അതായത് ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നതിനാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. സോ അപ്പൊ ആ കേസില് സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറഞ്ഞാല് രണ്ടെണ്ണം വരും. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീമും കൂടി വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 25 + 5 = 30 km/h ആയിരിക്കും അതിന്റെ സ്പീഡ്. അപ്പൊ ഈ ഒരു കേസ് നന്നായിട്ട് മനസ്സിലാക്കി നോക്കുക. ഒന്നാമത്തെ കേസ് ഡൗൺ സ്ട്രീം, അല്ലെങ്കിൽ ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ബോട്ട് പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ബോട്ടിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഒഴുക്കിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് നോക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും, ആ സ്പീഡ് ആയിരിക്കും ആക്ച്വൽ സ്പീഡ്. മനസ്സിലായോ? ഈവൻ ദോ നമുക്ക് ബോട്ടിന് 25 km/h ഉള്ളെങ്കിലും ആ ഒഴുക്കിന്റെ സ്പീഡിനോടെ കൂട്ടി മൊത്തത്തിൽ എത്ര, 30 km സ്പീഡിലായിരിക്കും ആ ബോട്ട് പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കേസ് ഞാൻ എഴുതുവാണ്, സ്പീഡ് ഓഫ് ബോട്ട് ഫോർ എക്സാമ്പിൾ എക്സും സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ y വന്നിരിക്കട്ടെ. അപ്പം ബോട്ടിന്റെ സ്പീഡ് എക്സും സ്ട്രീമിന്റെ സ്പീഡ്, ഒഴുക്കിന്റെ സ്പീഡ് y ആണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്തായിരിക്കും, x + y. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടിന്റെ സ്പീഡ് എക്സും ഒഴുക്കിന്റെ സ്പീഡ് y, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം y ആണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, x + y. ഏത് കേസിലായിരിക്കും, ഡൗൺ സ്ട്രീമിലായിരിക്കും ഈ കേസ്. ഓക്കെ, അടുത്ത കേസ് ഞാൻ എഴുതുവാണ്. എന്താണ് കേസ് 2? അപ്സ്ട്രീം ആണ് അടുത്ത കേസ്. ഓക്കെ, അപ്സ്ട്രീം എന്ന് പറഞ്ഞാല് ഫോർ എക്സാമ്പിൾ എങ്ങനെയായിരിക്കും, റിവർ ഇതാണ്ട് പഴയ കണക്ക് റിവർ ഈ ഡയറക്ഷനിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, ഒരു ഡയറക്ഷനിൽ പൊക്കോണ്ടിരിക്കുവാണ്. പക്ഷെ ബോട്ട് എങ്ങോട്ടാ വരുന്നത്, നമ്മുടെ ബോട്ട് തിരിച്ച്, അതായത് ഒഴുക്കിന് എതിർവശത്തോട്ടാണ് ബോട്ട് വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സ്ട്രീമിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ബോട്ട് വരുന്നത്. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, ഇത് സ്പീഡ് ഓഫ് സ്ട്രീം, ഇത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഏതാണ്, ഡൗൺ സ്ട്രീം. എത്ര, ഡൗൺ സ്ട്രീമിലുള്ള ബോട്ടിന്റെ സ്പീഡാണ് ഇത്. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് വീണ്ടും എഴുതാം, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ still water
ഇസിക്കൽ ടു എത്ര ആയിരിക്കും 25 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡ് എന്തായിരിക്കും? സ്ട്രീമിന്റെ സ്പീഡ് മാറില്ല, എന്ത് തന്നെ 5 തന്നെയാണ്. ഓക്കെ, ഇത് 5 കിലോമീറ്റർ പെർ അവർ. ഇവിടെ 25 കിലോമീറ്റർ പെർ അവർ, 5 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നമുക്ക് വേണ്ടത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം. അപ്സ്ട്രീമില് ബോട്ടിന്റെ സ്പീഡ് എന്താവുന്ന. സോ അപ്പൊ നോക്കെ, ഒഴുക്ക് ഇങ്ങോട്ട്, ബോട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ സ്പീഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറയും. അപ്പൊ അത് എങ്ങനെ കുറയുന്ന വെച്ചാല് ബോട്ടിന്റെ സ്പീഡ് മൈനസ് എന്തായിരിക്കും? സ്ട്രീമിന്റെ സ്പീഡ്. അങ്ങനെയല്ലേ, നമ്മളിപ്പോ ഒഴുക്കിനെതിരെ നീന്തുവാണെങ്കിൽ നമ്മുടെ സ്പീഡ് കുറയും അല്ലെ, നമുക്ക് നീന്താൻ പാടായിരിക്കും. പക്ഷെ ഒഴുക്കിന്റെ സെയിം ഡയറക്ഷനിൽ നീന്തുവാണെങ്കിൽ നമ്മൾ സ്പീഡിലങ്ങ് പോകും. സോ അപ്പൊ ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം ഇസിക്കൽ ടു 25 മൈനസ് 5 ഇസിക്കൽ എത്ര ആയിരിക്കും? 20 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഞാൻ ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് എന്ത് കൊടുക്കും? ഞാൻ എക്സ് കൊടുക്കുന്നു. സ്പീഡ് ഓഫ് സ്ട്രീം എന്തോ നേരത്തെ കണക്ക് വൈ കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം എന്തുമായിരിക്കും? നമുക്ക് എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അപ്പൊ ഞാൻ ഈ രണ്ട് കേസുകൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുവാണ്. അതായത് ഇവിടെ ഞാൻ എഴുതുവാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് ഒഴുക്കൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് എത്രയാണെന്ന് കരുതുക? എക്സ് കിലോമീറ്റർ പെർ അവർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം എത്രയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? y കിലോമീറ്റർ പെർ അവർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് കേസിലേക്ക് നമുക്ക് വരാം. നമ്മൾ നേരത്തെ 25 5 ഒക്കെ വാല്യൂ ഇട്ടു അല്ലെ. നമുക്ക് ഇനി ഒരുപാട് വാല്യൂസ് ഒന്നും വേണ്ട, എക്സിലും വാല്യൂ എഴുതാം. സോ അപ്പൊ ഈ കേസിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്തായിരിക്കും? രണ്ട് സ്പീഡ് ഉണ്ടാവും. അതായത് ബോട്ടിന്റെ സ്പീഡും വരും, സ്ട്രീമിന്റെ സ്പീഡും കൂടെ ആഡ് ചെയ്യണം. ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഏതൊക്കെ ആഡ് ചെയ്യണം? എക്സ് പ്ലസ് വൈ എന്ത്? കിലോമീറ്റർ പെർ അവർ ആവും. ഓക്കെ, ഈ കേസിലോ സ്പീഡ് എന്താവും? സ്പീഡ് ഓഫ് ബോട്ട് തന്നെയാണ്. ബോട്ട് ഇസിക്കൽ ടു എന്താവും? അതായത് ബോട്ടിന്റെ സ്പീഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കണം. ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഞാൻ ശരിക്കും പ്രോബ്ലത്തിലേക്ക് കടക്കാതെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. മിക്ക കുട്ടികൾക്കും അപ്സ്ട്രീം എന്താ ഡൗൺ സ്ട്രീം എന്താന്ന് അറിയില്ല. ഡൗൺ സ്ട്രീം എന്താണ്? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിന്റെ സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ റിവർ ഫ്ലോയുടെ സെയിം ഡയറക്ഷൻ ആണ് ഡൗൺ സ്ട്രീം. അപ്പൊ സ്പീഡ് കൂടുതലായിരിക്കും. അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ എന്തുവാ? ഒഴുക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ റിവർ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത്ര ഓർത്തിരുന്നാൽ മതി. ഡൗൺ സ്ട്രീമിൽ സ്പീഡ് കൂടുതലും അപ്സ്ട്രീമിൽ എന്തുമായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അപ്പം ഡൗൺ സ്ട്രീമിൽ എങ്ങനെയാണ് സ്പീഡ് എടുക്കേണ്ടത്? ബോട്ടിന്റെ സ്പീഡും എടുക്കണം, റിവർ ഫ്ലോയുടെ സ്പീഡും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ. സ്ട്രീമിന്റെ സ്പീഡും കൂടി ആഡ് ചെയ്യണം. ഈ കേസിൽ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് അപ്സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞത് ബോട്ടിന്റെ സ്പീഡ് മൈനസ് എന്തായിരിക്കും? സ്ട്രീമിന്റെ സ്പീഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അതേണക്ക് തന്നെ ഇത് അറിഞ്ഞാത്തൊരു മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി വെക്കുക. ആ ഡൗൺ സ്ട്രീം എന്താണ്? ഡൗൺ സ്ട്രീം എങ്ങനെ എഴുതാം നമുക്ക്? സെയിം ഡയറക്ഷൻ ഓഫ് എന്താണ്? റിവർ ഫ്ലോ എന്ന് എഴുതി കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ റിവർ ഫ്ലോയുടെ എന്ത്? സെയിം ഡയറക്ഷൻ. അപ്സ്ട്രീം ആണെങ്കിലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് റിവർ ഫ്ലോ അല്ലെങ്കിൽ ആ സ്ട്രീമിന്റെ ഫ്ലോ. ഓക്കെ, സോ അപ്പൊ ഈ ഒരു സ്ട്രക്ചർ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുവാണ്. എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 10 hours. സോ ഇത്രയും മാത്രമേ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ബോട്ട് എത്ര കിലോമീറ്റർ? 30 കിലോമീറ്റർ അപ്സ്ട്രീമും 44 കിലോമീറ്റർ എവിടെയും പോകുന്നു? ഡൗൺ സ്ട്രീമിലും എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, സോ അപ്പൊ ഞാൻ ഇവിടെ കേസ് 1 ആയിട്ട് അത് എഴുതി വെക്കുവാണ്. നോക്കേ, കേസ് 1. ഓക്കെ, കേസ് 1 എന്താണ്? 30 കിലോമീറ്റർ എന്താണ്? അപ്സ്ട്രീം. ഓക്കെ, അപ്സ്ട്രീം എത്ര പോകുന്നു? 30 കിലോമീറ്റർ. ഡൗൺ സ്ട്രീം എത്ര കിലോമീറ്റർ പോകുന്നു? 44 കിലോമീറ്ററും ട്രാവൽ ചെയ്യുന്നു. അതിനെടുത്ത ടൈം എന്ന് പറഞ്ഞാല് 10 hour ആണ്. ഓക്കെ, സോ അപ്പൊ നോക്കി, ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. കേസ് 1 എന്താ? എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം
in 10 hours. അപ്പൊ ഇത്രയും ഒരു സെക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. സോ അപ്പൊ ഇത്രയും നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് സ്ട്രീം ആൻഡ് ദാറ്റ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ബോട്ടിന് സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് അത് കണക്ക് തന്നെ സ്ട്രീമിന്റെ സ്പീഡും. സോ അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാതെ അത് എഴുതി വെക്കുവാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കണ്ടേ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്ര? x km/h ആയിട്ട് എടുക്കുന്നു. സ്പീഡ് ഓഫ് സ്ട്രീം എത്ര? y km/h. അപ്പൊ ഇതിന്റെ മീനിങ് ഒക്കെ മനസ്സിലായല്ലോ. അതായത് ഒഴുക്കൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ആ ബോട്ടിന്റെ സ്പീഡാണ് എത്ര? x km/h. അതിനൊക്കെ തന്നെ നോർമലി ഉള്ള ആ സ്ട്രീമിന്റെ സ്പീഡ് എത്രയാണ്? y km/h. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. രണ്ട് കേസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കേസിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്ത് ഇത്തിരി കൂടെ ടൈം എടുക്കും. ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ അപ്പൊ ഫസ്റ്റ് കേസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ നോക്കേ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം, അത് കണക്ക് തന്നെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ എന്ത്? ഡൗൺ സ്ട്രീം. ഇത് മറന്നു പോരുതേ. അപ്പൊ നമ്മള് കൺസിഡർ ചെയ്തേക്കുന്ന എന്താ? ബോട്ടിന്റെ സ്പീഡ്, അതായത് ഒഴുക്കൊന്നും ഇല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് എക്സും ഒഴുക്കിന്റെ സ്പീഡ് എത്ര? y എന്നാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതായത് സ്പീഡ് ഓഫ് ബോട്ട് എക്സ്, സ്പീഡ് ഓഫ് സ്ട്രീം എത്ര? y. സോ അപ്പം അപ്സ്ട്രീം ആവുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്? ഒഴുക്കിനെതിരെയാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്തോ സ്ട്രീം ആണ്. Therefore ഇവിടെ ബോട്ടിന്റെ സ്പീഡ് എന്തായി മാറും? x മൈനസ് y എന്താണ്? km/h. ഇത് മറന്നു പോകരുത്. ഡൗൺ സ്ട്രീമിലാകുമ്പോൾ സ്പീഡ് കൂടും, ബോട്ടിന്റെ സ്പീഡും അതിനൊക്കെ തന്നെ സ്ട്രീമിന്റെ സ്പീഡും കൂടെ ആഡ് ആവും. ദാറ്റ് മീൻസ് അത്രയും km/h. സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുന്നേ അറിയാവുന്ന കേസാണ്. അത് നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഈ കേസിലേക്ക് ഞാൻ വരുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ഞാൻ അത് മാറ്റി എഴുതുവാണ്. ടോട്ടൽ ടൈം, അതായത് കേസ് 1, ഒരു ബോട്ട് അപ്സ്ട്രീമിൽ 30 കിലോമീറ്റർ പോയി, അത് കഴിഞ്ഞിട്ട് ഡൗൺ സ്ട്രീമിൽ 44 കിലോമീറ്ററും ട്രാവൽ ചെയ്തു. എത്ര മണിക്കൂറുണ്ട്? 10 അവർ ഉണ്ട് അല്ലെ. സോ അപ്പൊ അത് ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ഈ ടോട്ടൽ ടൈമിന് ഇവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്ക് തന്നെ അറിയാം ഈ അപ്സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈമും ഡൗൺ സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈമും രണ്ടായിരിക്കും അല്ലെ. കാര്യം എന്ന് വെച്ചാൽ എന്താണ്? അപ്സ്ട്രീമിലോ ഒഴുക്കിനെതിരെയാണ്. സോ അപ്പൊ ടൈം ഒരുപാട് എടുക്കും. ഡൗൺ സ്ട്രീമിലോ പെട്ടെന്ന് തന്നെ എത്തും. കാര്യം സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ ഈ രണ്ട് ടൈമും കൂടെ ചേരുമ്പോഴായിരിക്കും എന്താവുന്നത്? ടോട്ടൽ ടൈം. ഈ അപ്സ്ട്രീമിന്റെ ടൈം എന്ന് വെച്ചാൽ T1 ആണ്. ഓക്കെ, അപ്സ്ട്രീമിന്റെ ടൈം എന്താണ്? T1. ഡൗൺ സ്ട്രീമിന്റെ ടൈം എന്തുവാ? T2 ആയിട്ട് എടുക്കുക. സോ T1 ഇസ് ഈക്വൽ ടു ഞാൻ എന്തുവാണ്? അപ്സ്ട്രീം ടൈം, അപ്സ്ട്രീമിന് എടുത്തേക്കുന്ന ടൈം. T2 എന്താണ്? ഡൗൺ സ്ട്രീം ടൈം ആയിട്ട്. ഈ രണ്ട് ടൈമും കൂടെ കൂട്ടുമ്പോഴായിരിക്കും എന്ത് കിട്ടിയേക്കുന്നത്? 10 അവർ ടോട്ടൽ ടൈം. Therefore നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു T1 പ്ലസ് എന്താ? T2. ടോട്ടൽ ടൈം എത്ര? 10 ഇസ് ഈക്വൽ ടു T1 പ്ലസ് T2. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. Therefore ടൈം ഇസ് ഈക്വൽ ടു എന്തുവാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ. സോ അപ്പൊ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാല് T1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക? സ്പീഡ് കൊടുക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 30 കിലോമീറ്റർ. 30 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? ഈ കേസിൽ സ്പീഡ് എത്ര? അപ്സ്ട്രീമിന്റെ സ്പീഡ് എത്ര? അതാ ഇവിടെ ഒന്ന് എടുക്കണം. അപ്സ്ട്രീമിന്റെ സ്പീഡ് എത്ര? x മൈനസ് y. സോ x മൈനസ് y, ഇതാണ് T1 ടൈം. ഓക്കെ, അടുത്തതായിട്ട് T2 നോക്കേ. T2 എന്തുവാണ്? ടൈം ടേക്കൺ ഫോർ എന്തോന്ന്? ഡൗൺ സ്ട്രീം. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ഫോർമുല ഏതാ? d ബൈ എസ് ആ. ടൈം എന്ന് വെച്ചാൽ d ബൈ എസ്. ഡിസ്റ്റൻസ് എത്രയാണ്? 44 കിലോമീറ്റർ. 44 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എത്ര? അവിടെ ഉണ്ടല്ലോ, x പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ. സോ അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തു കൊടുക്കാം. 10 ഇസ് ഈക്വൽ ടു T1 എത്ര? 30 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് എത്ര? 44 ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പൊ ഇതിനെ തിരിച്ചിടാൻ എന്ത് കിട്ടും? 44 by x plus y plus 30 by x minus y is equal to 10. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സസൈസ് 3.6 ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ഇൻടു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആൻഡ് ദെൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 75% ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത്
നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. നമ്മൾ എന്ത് ചെയ്യും, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമ്മൾ എന്തെടുക്കണം, എക്സ്. അതായത് ബോട്ടിന്റെ സ്പീഡ് എത്രയാണ്, എക്സ്. സ്ട്രീമിന്റെ സ്പീഡ് എന്താണ്, വൈ. അത് ഫിക്സ്ഡ് ആണ്, നമ്മളെ മനസ്സിൽ തന്നെ വെച്ചേരാം. ഇനി ഈ ബോട്ട് അപ്സ്ട്രീമിൽ പോവാണെങ്കിൽ ഇത് എപ്പോഴും ഫിക്സ്ഡ് ആണ്, ഇതൊന്നും മാറുന്നില്ല കേട്ടോ ഒരിക്കലും. എല്ലാ ക്വസ്റ്റിനും സെയിം തന്നെയാണ് ഇത്. അതായത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം, അപ്സ്ട്രീമിൽ പോവുകയാണെങ്കിൽ ഒഴുക്കിനെതിരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബോട്ടിന്റെ സ്പീഡ് മൈനസ് എന്താണ്, സ്ട്രീമിന്റെ സ്പീഡ്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 5 km/h. ഇതൊക്കെ മനസ്സിലാവാനാണ് തൊട്ട് മുന്നേ 25 km 5 വെച്ചൊക്കെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത്. അടുത്ത സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ആവുമ്പോഴോ ഒഴുക്കിന്റെ സെയിം ഡയറക്ഷനിൽ, അപ്പൊ സ്പീഡ് കൂടും. അപ്പം സ്പീഡ് എന്താവും, ബോട്ടിന്റെ സ്പീഡ് എക്സ് പ്ലസ് വൈ ആവും. സോ അപ്പൊ ഇതാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന സ്പീഡ്. അപ്പൊ എപ്പോഴെങ്കിലും സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം ചോദിച്ചാൽ എക്സ് മൈനസ് വൈ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ. ഇത് നമുക്ക് ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത കേസ് പറഞ്ഞേക്കുന്നത് എന്തുവാ, ഒരു ബോട്ട് അപ്സ്ട്രീമിൽ 30 കിലോമീറ്ററിലും ഡൗൺ സ്ട്രീമിൽ 45 കിലോമീറ്ററും ട്രാവൽ ചെയ്തു. അപ്പോ എത്ര ടൈമായി, 10 hours എടുത്തു. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കണം, അപ്സ്ട്രീമിന് ഒരു ടൈം ഉണ്ട്, അതെന്താ T1, ഡൗൺ സ്ട്രീമിനും ഉണ്ട് എന്തോ ഒരു ടൈം T2. ഇതിന് രണ്ടിനും കൂടി എടുത്ത ടൈം കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്, ടോട്ടൽ ടൈം വരുന്നത്. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. സോ അപ്പൊ ടോട്ടൽ ടൈം 10 hours എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീമിന് ആവശ്യമുള്ള ടൈം പ്ലസ് ഡൗൺ സ്ട്രീമിന് ആവശ്യമായിട്ടുള്ള ടൈം. സോ അപ്സ്ട്രീമിന്റെ ടൈം T1, ഡൗൺ സ്ട്രീമിന്റെ ടൈം എത്ര, T2. അത് ഇവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചു. അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഫോർമുല ഉണ്ട്. അതിനകത്ത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ അപ്പം T1 അല്ലെങ്കിൽ അപ്സ്ട്രീമിന്റെ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കൊടുത്താൽ മതി. സോ അപ്പൊ നോക്കിയേ, അപ്സ്ട്രീമിൽ നമുക്ക് ടൈം T1 കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്, 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ എടുത്തു. സ്പീഡ് എത്ര എടുക്കണം അപ്സ്ട്രീമിൽ, അത് ഇവിടെ വന്നെടുക്കണം. അപ്സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് 5. ഓക്കെ ആണ്. അടുത്തത് T2 എന്തുവാ, ഡൗൺ സ്ട്രീമിലെ ടൈം. അതെന്ത് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അവിടുത്തെ ഡിസ്റ്റൻസ് ഉണ്ട് എത്ര, 44 ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് എത്ര, എക്സ് പ്ലസ് വൈ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ്. ഇനി നമുക്കറിയാം ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ T1 പ്ലസ് T2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടൈം ഫോർ അപ്സ്ട്രീം പ്ലസ് ടൈം ഫോർ ഡൗൺ സ്ട്രീം. അത് വിട്ടുകൊടുക്കണം. ടോട്ടൽ ടൈം 10 hours ഇസിക്കൽ ടു ഇതിന്റെ ടൈം പ്ലസ് ഇതിന്റെ ടൈം. എന്നിട്ട് ഇത് തിരിച്ചെഴുതുമ്പോഴത്തേക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സോ ഈ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മാറ്റി വെച്ചേക്കാം. അടുത്ത കേസ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പൊ ഈ പാട്ടിനൊന്നും യാതൊരു വ്യത്യാസമില്ല. ഈ സെക്ഷൻ ഞാൻ മായ്ക്കുവാണ്, ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഞാൻ ഇക്വേഷൻ 1 അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത് ഞാൻ എന്ത് എഴുതാം, കേസ് 2 എഴുതുവാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ കേസ് 2. പഴയ രീതി തന്നെ കേസ് 2 എന്തായിരിക്കും, നമുക്ക് ക്യാൻ ഗോ 40 കിലോമീറ്റേഴ്സ് അപ്സ്ട്രീം. അപ്പൊ നമ്മൾ എന്ത് എഴുതാം, അപ്സ്ട്രീം എത്രയാണ്, 40 കിലോമീറ്റർ അല്ലെ. അല്ലെങ്കിൽ അപ്സ്ട്രീം, നമുക്ക് അപ്സ്ട്രീം ഡിസ്റ്റൻസ് എന്ന് എഴുതാം. അപ്സ്ട്രീം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയാ, 40 കിലോമീറ്റർ. അപ്പൊ കുറച്ച് ക്ലിയർ ആവുമല്ലോ. അത് കണക്ക് തന്നെ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് എത്രയാണ്, 55 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ ടൈം എത്രയാണ് എടുത്തേക്കുന്നത്, in 13 hours it can go 40 kilometer upstream and 50. അപ്പൊ എത്ര ടോട്ടൽ ടൈം, 13 hours ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അപ്പൊ നോക്കേ, കേസ് 2 അപ്സ്ട്രീം ഡിസ്റ്റൻസ് 40, ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് 55, ടോട്ടൽ ടൈം എത്ര, 13 hours. സോ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം, വീണ്ടും ടോട്ടൽ ടൈം അല്ലെ. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതണം, ഇതിന്റെ ടൈമിംഗ് എത്ര, അതിന്റെ ഹെഡിങ് കൊടുക്കുക, ടൈം T1, ഇതിന്റെ ടൈം എന്തുവാ, T2. അതായത് അപ്സ്ട്രീമിന്റെ ടൈം T1 ഇസ് ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ എഴുതാം അപ്സ്ട്രീം ടൈം, ഇതെന്തുവാ, ഡൗൺ സ്ട്രീം ടൈം. അപ്പം T1 ഉം T2 ഉം കൂടെ കൂട്ടുമ്പോഴേ എന്ത് കിട്ടത്തുള്ളൂ, ടോട്ടൽ ടൈം കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി അപ്സ്ട്രീമിന് എത്ര ടൈം ആണെന്ന് നോക്കാം. ഇക്വേഷൻ വീണ്ടും എഴുതണം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ അപ്സ്ട്രീമിലെ ടൈം എത്ര കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര, 40 ബൈ അവിടുത്തെ സ്പീഡ്. അതായത് അപ്സ്ട്രീമിലെ സ്പീഡ് വീണ്ടും എന്ത് തന്നെയാണ്, എക്സ് മൈനസ് 5, 40 ബൈ എക്സ് മൈനസ് 5. ഈ കേസ് നോക്കേ, ഡൗൺ സ്ട്രീമിലെ ടൈം T2 കണ്ടുപിട്ട എത്ര ടൈം എടുത്തു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ എന്തുവാ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര, 55 ബൈ സ്പീഡ് എത്രയാണ് അവിടുത്തെ, എക്സ് പ്ലസ് വൈ. ഓക്കെ, ടോട്ടൽ ടൈം എത്ര, 13 ഇസ് ഈക്വൽ ടു T1 എത്ര, 40 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് എത്ര, 55 ബൈ എക്സ് പ്ലസ് വൈ. സോ അപ്പൊ നോക്കിയാൽ തിരിച്ചിടുവാണ് ഞാൻ, 55 ബൈ എക്സ് പ്ലസ് വൈ
plus 40 by x minus y is equal to 13. Okay. So, അപ്പൊ ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ എന്താണ് 2 ആയിട്ട് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ ടൈപ്പ് നമ്മൾ ഓൾറെഡി എക്സൈസ് 3.6 സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് രണ്ട് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സിനും വൈക്കും വാല്യൂ കിട്ടും. ആ എക്സ് ആണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, വൈ ആണ് സ്പീഡ് ഓഫ് ദി സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റ് അറിയാമെങ്കിൽ ഏറെക്കുറെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, കുറെ തവണ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു സ്ട്രക്ചർ അങ്ങ് നമ്മുടെ മൈൻഡിൽ ജനറേറ്റ് ആവും. ഇപ്പൊ കുറെ പ്രാവശ്യം എഴുതി പഠിക്കാത്ത ആൾക്കാർക്ക്, നോക്കി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഓർഡർ മനസ്സിൽ വരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ ഓർഡർ തെറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ. ഒരു കാര്യം ഓർക്കുക, ഒരു കുറെ പ്രാവശ്യം എഴുതി പഠിക്കണമെങ്കിൽ പ്രോബ്ലം വളരെ ഈസിയാവും, പെട്ടെന്ന് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യുന്നില്ല, പക്ഷെ സോൾവ് ചെയ്ത് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് കേസ് 1 കേസ് 2 എല്ലാം സെപ്പറേറ്റ് എഴുതുക കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് പാർട്ട് എഴുതി വെക്കുക, ഈ ഒരു സെക്ഷൻ എഴുതി വെക്കുക. ഇത് ഫിക്സഡ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിനുശേഷം കേസ് 1 എഴുതി കേസ് 1ന്റെ ഇക്വേഷൻ സേഫ് ആക്കി വെച്ചതിന് ശേഷം മാത്രം കേസ് 2 പോവുക, കേസ് 2ന്റെ ഇക്വേഷൻ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് എഴുതി വെക്കുക. അതിനുശേഷം മാത്രം ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. നമുക്ക് കിട്ടിയ ആ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഓക്കെ, സോ അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കിയ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ. ഓക്കെ, സോ അപ്പൊ ഇത് നമ്മൾ എക്സൈസ് 3.6 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ബേസിൽ വേണം ഇത് സോൾവ് ചെയ്യാൻ. അറിഞ്ഞൂടാത്തവര് ആ പ്രോബ്ലംസ് ഒന്നുകൂടെ ചെയ്ത് നോക്കിയതിനു ശേഷം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 1/x പ്ലസ് വൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക p, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. 1/x മൈനസ് വൈക്ക് q കൊടുക്കുക. അപ്പൊ ഇവിടെയും p ഉണ്ട്, q p q വരും. ഓക്കെ, 1/x പ്ലസ് വൈക്ക് p യും 1/x മൈനസ് വൈക്ക് q യും കൊടുക്കുക. സോ ഇക്വേഷൻ 1 എന്താവും? 44p പ്ലസ് 30q is equal to 10. അതിനൊക്കെ തന്നെ 55p പ്ലസ് 40q is equal to 13 ആവും. സോ ഇപ്പൊ ഇക്വേഷൻസ് ലീനിയർ ആയി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷൻ 1 ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ 3 ആക്കി എഴുതി. അതിനൊക്കെ ഇക്വേഷൻ 2 ഞാൻ എന്താക്കി എഴുതി? ഇക്വേഷൻ 4 ആക്കി എഴുതി. ഇനി 3യും 4ഉം കൂടെ സോൾവ് ചെയ്താൽ മതി. ഞാൻ ക്യൂവിന്റെ കോഎഫിഷ്യന്റ് ഈക്വലാക്കുക. നോക്കാം, ഈ 13 ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആവും. ഈ 14 ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആവും. സോ അതുകൊണ്ട് ഇക്വേഷൻ ത്രൂ ഔട്ട് ഇക്വേഷൻ 3നെ മൊത്തത്തിൽ 4 കൊണ്ടും ഇക്വേഷൻ 4നെ മൊത്തത്തിൽ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. സോ ക്യൂവിന്റെ കോഎഫിഷ്യൻസ് 120 ആയി. സോ പോസിറ്റീവ് ഒരേ സൈൻ ആയതുകൊണ്ട് ഞാൻ സബ്ട്രാക്ട് ചെയ്തു. പിന്നെ അങ്ങനെ കിട്ടിയ ഇക്വേഷൻസ് ഞാൻ വീണ്ടും 5ഉം 6ഉം ഒക്കെ എഴുതി കേട്ടോ. സോ 3യും 4ലും ചേഞ്ചസ് വരുത്തിയപ്പോൾ അതെന്തോ ആയി? 5ഉം 6ഉം ആയി. സോ 5 മൈനസ് 6 ആണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ സൈൻ മാറ്റി ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 11p is equal to എന്ത് വരും? 1p is equal to 1/11. സോ നമ്മൾ ചെയ്യേണ്ടത് p is equal to 1/11 എന്ന് പറയുന്ന വാല്യൂ പിയും ക്യൂ ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. അതായത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു, ഇക്വേഷൻ ഏതാ 3യിൽ ഇട്ട് കൊടുത്തു. സോ അപ്പൊ നമുക്ക് ക്യൂന്റെ വാല്യൂ കിട്ടി. ക്യൂ എത്ര? 1/5. സോ പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരണം. സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചെടുത്ത് എഴുതണം. 1/x പ്ലസ് y is equal to p, 1/x മൈനസ് y is equal to q. സോ പിയുടെയും ക്യൂന്റെയും വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു. 1/x പ്ലസ് y is equal to 1/11, 1/x മൈനസ് y is equal to 1/5. സോ തിരിച്ചെടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ x പ്ലസ് y 11, x മൈനസ് y 5. സോ വീണ്ടും രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ഇനിയും സോൾവ് ചെയ്യണം. ഓക്കെ, സോ അപ്പൊ ഇത്രേ ഉള്ളൂ. എക്സിലും വൈയിലും കിടന്നതിനെ റെഡ്യൂസ് ചെയ്ത് ലീനിയർ ടൈപ്പ് ആക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പിയും ക്യൂവും കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും എന്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എക്സിലും വൈയിലുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ വീണ്ടും സോൾവ് ചെയ്യണം. ഇതിനെ ഞാൻ ഇക്വേഷൻ 7 ആൻഡ് ഇക്വേഷൻ 8 എന്ന് എടുത്തു, എഴുതി നോക്കി. വൈയുടെ കോഎഫിഷ്യൻസ് 1ഉം +1ഉം -1ഉം ആഡ് ചെയ്ത് ക്യാൻസൽ ആയി. പോസ്റ്റ് ദെർഫോർ 7 + 8 ചെയ്യുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ കിട്ടും 8. എക്സിന്റെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ 7 ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? y കിട്ടി. സോ x8ഉം y3യും കിട്ടി. അപ്പൊ നോക്കി, എക്സ് എന്താണ്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. y എന്താണ്? 3. സ്പീഡ് ഓഫ് സ്ട്രീം ആണ് y. ഓക്കെ ആണല്ലോ? സോ എക്സും വൈയും കിട്ടി. എക്സ് ബോട്ടിന്റെ സ്പീഡ് 8 km/h, സ്ട്രീമിന്റെ സ്പീഡ് എത്ര? 3 km/h. സോ
അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അതായത് ഒരു വേർഡ് പ്രോബ്ലം, ഇങ്ങനെയുള്ള കാറ്റഗറി വേർഡ് പ്രോബ്ലംസ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് കിടപ്പുണ്ട്. ഏജ് പ്രോബ്ലംസ്, ബോട്ടിന്റെ, അതേ കണക്ക് തന്നെ കാറുകൾ സ്റ്റാർട്ട് ആവുന്നത്, അങ്ങനെ കുറെ കാറ്റഗറി പ്രോബ്ലംസ് കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. സോ അപ്പൊ ഈ പ്രോബ്ലംസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്ത് നോക്കിയത് കൊണ്ട് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് കരുതിയിരിക്കരുത്. അങ്ങനെ വന്നാൽ എക്സാമിന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പൊ ഇത് കുറെ പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം കാണാതെ കുറെ പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ആദ്യം നോക്കി തന്നെ ചെയ്യുക. മനസ്സിലാക്കുക ഏതൊക്കെ രീതിയിലാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ തന്നെ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ എഴുതി വെക്കുക, ഇന്ന പ്രോബ്ലം വന്നാൽ എന്നതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. ഇപ്പൊ സ്ട്രീമിന്റെയും ബോട്ടിന്റെയും പ്രോബ്ലം എന്നറിയാലോ. ബോട്ടിന്റെ സ്പീഡ് എക്സ് എടുക്കുക, സ്ട്രീമിന്റെ സ്പീഡ് എന്തെടുക്കുക, വൈ എടുക്കാം. അപ്പം അപ്സ്ട്രീം ഡൗൺ സ്ട്രീം അത് തമ്മിൽ മറന്നു പോരുത്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒഴുക്കിനെതിരെ. സോ സ്പീഡ് കുറയും. അപ്പൊ എന്താവും സ്പീഡ്? ബോട്ടിന്റെ എക്സ് മൈനസ് വൈ ആവും ബോട്ടിന്റെ സ്പീഡ്. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒഴുക്കിന്റെ സെയിം ഡയറക്ഷൻ അല്ലെ, റിവറിന്റെ ഫ്ലോയുടെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. സോ സ്പീഡ് കൂടും. സോ അപ്പം ബോട്ടിന്റെ സ്പീഡും വേണം, സ്ട്രീമിന്റെ സ്പീഡും വേണം. ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ. സോ അപ്പൊ ഇങ്ങനെയുള്ള കേസ്. പിന്നെ അതിനൊക്കെ തന്നെ ഡിസ്റ്റൻസ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ഫോമില്ല. അതിനകത്ത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് T1 T2 കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയൊക്കെ. സോ അപ്പൊ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, നല്ല രീതിയിൽ എഴുതി പഠിക്കുക. ഓക്കെ.